തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശിഖ സുരേന്ദ്രൻ IAS തന്റെ വിജയത്തിന് പിന്നിലെ മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് പങ്കുവച്ച കുറിപ്പ് ഏറെ ഹൃദയസ്പർശിയാണ്. ഡയാലിസിസ് കിടക്കയിൽ കിടന്ന അച്ഛൻ നൽകിയ ആത്മവിശ്വാസം, കുടുംബശ്രീയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് മകളെ പഠിപ്പിച്ച അമ്മയുടെ ത്യാഗവുമാണ് തന്നെ ഈ പദവിയിൽ എത്തിച്ചതെന്ന് അവർ അനുസ്മരിക്കുന്നു. കേവലം പുസ്തകങ്ങളല്ല, മറിച്ച് തന്റെ മാതാപിതാക്കളുടെ ഉറച്ച വിശ്വാസമാണ് തൃശൂർ കളക്ടറുടെ കസേരയിലേക്ക് തന്നെ നയിച്ചതെന്ന് ശിഖ സുരേന്ദ്രൻ കുറിച്ചു. തൃശൂർ ജില്ലാ കളക്ടറുടെ ചേംബറിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ ആ മകളുടെ ഉള്ളിൽ ഒരേ സമയം അഭിമാനവും വലിയൊരു ശൂന്യതയും വിങ്ങുന്നുണ്ടായിരുന്നു. ആ കസേരയിൽ ഇരിക്കുമ്പോൾ അവൾ കണ്ടത് താൻ വായിച്ചു തീർത്ത സിവിൽ സർവീസ് പുസ്തകങ്ങളെയോ എഴുതിക്കൂട്ടിയ ഉത്തര കടലാസുകളെയോ മാത്രമല്ല, മറിച്ച് തന്റെ വിജയത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച രണ്ട് മനുഷ്യരെയാണ്. ഡയാലിസിസ് കിടക്കയിൽ ജീവിതത്തോടും രോഗത്തോടും മല്ലിടുമ്പോൾ നീ ജയിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ അച്ഛന്റെ ആത്മവിശ്വാസവും 20 വർഷത്തോളം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയ അമ്മയുടെ തഴമ്പിച്ച കൈകളുമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അവൾ തിരിച്ചറിയുന്നു. മനുഷ്യർക്ക് സ്വപ്നം കാണാൻ ഒരു പശ്ചാത്തലവും ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചത് അച്ഛനായിരുന്നു. മകൾ ഒരു IAS ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചത് ആ അച്ഛനായിരുന്നു. ശാരീരികമായ അവശതകൾ അച്ഛനെ തളർത്തിയപ്പോഴും മകളുടെ പഠന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പിന്നോട്ട് പോയില്ല. ഡയാലിസിസ് യൂണിറ്റിലെ ആ കിടക്കയിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും മകൾക്ക് അദ്ദേഹം പകർന്നു നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജമായിരുന്നു. പഠിച്ചു മടുക്കുമ്പോൾ, ഇനി വയ്യ എന്ന് തോന്നുമ്പോൾ, പരീക്ഷാ ഫലങ്ങളെ ഭയപ്പെടുമ്പോൾ എല്ലാം അച്ഛന്റെ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവൾക്ക് തുണയായി. ഇന്ന് ആ കസേരയിൽ ഇരിക്കുമ്പോൾ അച്ഛന്റെ സാമീപ്യം അവൾ വല്ലാതെ കൊതിക്കുന്നു. ആ വിജയം നേരിൽ കാണാൻ, ആ കണ്ണുകളിലെ തിളക്കം കാണാൻ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു പോന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഓരോ നിമിഷവും അച്ഛന്റെ അനുഗ്രഹങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് അവളുടെ കരുത്ത്. അച്ഛൻ രോഗബാധിതനായതോടെ കുടുംബത്തിന്റെ ഭാരം അമ്മയുടെ ചുമലിലായി. നീണ്ട 20 വർഷങ്ങൾ ഒരു സ്വകാര്യ കമ്പനിയിൽ മണിക്കൂറുകളോളം നിന്ന് ജോലി ചെയ്ത് തളർന്നു വരുന്ന അമ്മ മകളുടെ പാഠപുസ്തകത്തിലെ ആശയങ്ങൾ തീർക്കാനോ സിവിൽ സർവീസ് പരീക്ഷയുടെ ഗൗരവം ഉൾക്കൊള്ളാനോ ഉള്ള വിദ്യാഭ്യാസം അമ്മയ്ക്കില്ലായിരിക്കാം. എന്നാൽ തന്റെ മകൾ ഒരു വലിയ നിലയിൽ എത്തണമെന്ന ഒരേ ഒരു ലക്ഷ്യം ആ അമ്മയെ എല്ലാ തളർച്ചയിൽ നിന്നും മോചിപ്പിച്ചു. സിവിൽ സർവീസ് കോച്ചിങ്ങിനായി ലക്ഷങ്ങൾ വേണ്ടി വന്നപ്പോൾ കുടുംബശ്രീയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ അമ്മ മടിച്ചില്ല. കടബാധ്യതകൾക്കിടയിൽ മകൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കാൻ ആ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരണാതീതമാണ്. വീട്ടിലെ ദാരിദ്ര്യം കണ്ട് പഠനത്തോടൊപ്പം ഒരു ജോലിക്ക് ശ്രമിക്കാൻ മകൾ ഒരുങ്ങിയപ്പോൾ നീ പഠിച്ചാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചത് ആ മാതാപിതാക്കളുടെ ഉറച്ച നിലപാടായിരുന്നു. കളക്ടറേറ്റിലേക്ക് തിരിക്കാനായി കാൽ തൊട്ടപ്പോൾ വിതുമ്പി അമ്മയുടെ മുഖം ഒരു വലിയ നോവാണ്. അച്ഛൻ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടമായിരുന്നു ആ കണ്ണീരിൽ. കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിൽ മകളോടൊപ്പം ഇരിക്കുമ്പോഴും സങ്കടം കൊണ്ട് ഒന്നും മിണ്ടാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. താൻ വിയർപ്പൊഴുക്കി മകൾ ഇന്നൊരു ജില്ലയുടെ ഭരണാധികാരിയായി മാറിയിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ ആ അമ്മയ്ക്ക് അല്പം സമയം വേണ്ടി വന്നു. മൗനം കൊണ്ടാണ് അമ്മ തന്റെ മകളുടെ വിജയത്തെ വരവേറ്റത്. സിവിൽ സർവീസ് പരീക്ഷ ജയിക്കാൻ പുസ്തകങ്ങൾ മാത്രം പോരാ എന്ന് ഈ കഥ തെളിയിക്കുന്നു. ഒരു വിദ്യാർത്ഥി തോൽക്കാൻ തുടങ്ങുമ്പോഴും ഭയപ്പെടുമ്പോഴും താങ്ങായി നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാം. സിലബസിലെ ഉത്തരങ്ങളെക്കാൾ മൂല്യമുള്ളതാണ് അച്ഛനും അമ്മയും നൽകിയ സ്നേഹവും വിശ്വാസവും. പരീക്ഷാ ഹാൾ മുതൽ കളക്ടർ കസേര വരെയുള്ള ദൂരം ആ മകൾ താണ്ടിയത് തന്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ ചുമലിലേറ്റിയാണ്. തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേൽക്കുമ്പോൾ സാധാരണക്കാരുടെ വേദനകൾ തിരിച്ചറിയുന്ന ഒരു ഭരണാധികാരിയായി മാറാൻ അവൾക്ക് സാധിക്കും. കാരണം ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവൾ അനുഭവിച്ചതാണ്. ക്യൂ നിൽക്കുന്ന സാധാരണക്കാരനെയും വായ്പയ്ക്കായി ബാങ്കുകൾ കയറിയിറങ്ങുന്ന അമ്മമാരുടെയും ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന രോഗികളുടെയും മനസ്സ് വായിക്കാൻ അവൾക്ക് പ്രത്യേക വൈഭവം ഉണ്ടാകും. അവളുടെ ഓരോ ഒപ്പിലും തന്റെ അച്ഛന്റെയും അമ്മയുടെയും ത്യാഗത്തിന്റെയും വിലയുണ്ടാകും. തൃശൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന കേവലം ഒരു IAS ഓഫീസറല്ല, മറിച്ച് കഷ്ടപ്പാടുകളെ അതിജീവിച്ച് കരുത്താർജിച്ച ഒരു പോരാളിയാണ്. തന്റെ അച്ഛൻ തനിക്ക് പകർന്നു നൽകിയ അതേ ഊർജം സമൂഹത്തിന് തിരിച്ചു നൽകാനാണ് ഇനി അവളുടെ ശ്രമം.